മൂന്നാം ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. രാഹുലിനെ ഇന്ന് ഉച്ചയ്ക്ക് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അതേസമയം രാഹുലിനെ സഭാ സാമാജിക സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയേക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അതോടൊപ്പം ഈ രാഹുലിനെ സഭാ സാമാജിക സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഇന്ന് കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ എത്തിയായിരിക്കും ഹാജരാക്കുക. തുടർ ചോദ്യം ചെയ്യൽ നടപടികൾക്ക് നിലവിൽ കസ്റ്റഡിയിൽ സ്വീകരിക്കേണ്ട എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുവാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങി ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് തീരുമാനിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം അന്വേഷണത്തോട് വളരെ നിസ്സഹകരണ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡുകൾ പറയാൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായേക്കാമെന്ന് കരുതുന്ന ലാപ്ടോപ്പ് എവിടെയെന്നതിന് കൃത്യമായ വിവരങ്ങളില്ല. രാഹുൽ മാങ്കൂട്ടം ആ വിഷയത്തിൽ ലാപ്ടോപ്പ് എവിടെ ഒളിപ്പിച്ചു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും മറ്റ് തെളിവുകളും ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് വീണ്ടും കസ്റ്റഡി അപേക്ഷയ്ക്ക് ശ്രമിക്കാമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ പലയിടങ്ങളിലായി ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെ തെളിവെടുപ്പടക്കം നടത്തിയിരുന്നു. രാഹുലിൻ്റെ വസതിയിലടക്കം തെളിവെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കസ്റ്റഡി കാലാവധി ഇന്ന് ഉച്ചയോടുകൂടി അവസാനിക്കും. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് നീക്കം നടത്തുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതിജീവിതയുടെ 3ാമത്തെ പരാതിക്കാരി, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു പരാതി നൽകിയതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച പരാതികളിൽ ഏറ്റവും ശക്തമായ തെളിവുകളുള്ളത് പരാതി ഇതാണെന്ന്, ഈ 3ാമത്തെ പരാതിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് ഒരു തീരുമാനം, ഒരു നീക്കം കൂടി SIT നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷ കൂടി കോടതിയിൽ നൽകും. നിലവിൽ വിദേശത്താണ്, UK-യിലാണ് ഈ അതിജീവിത താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൊബൈൽ ഫോൺ വഴിയോ, അതായത് വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ എംബസി മുഖാന്തരമോ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. അതുകൂടി ആ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലൂടെ കടന്നു കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും രാഹുലിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നത് ഈ നിലവിൽ ലഭിച്ച കേസിലാണ്. അതായത് പരാതിക്കാരിയെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്തു എന്നതടക്കമാണ് പരാതിയുള്ളത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ നിർബന്ധിതമായിട്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം ഈ പരാതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതീവ രഹസ്യമായി രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം ചെന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ കേസിലാണ് ഇപ്പോൾ അടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിലേക്ക് ഹാജരാക്കാൻ പോകുന്നത്, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നത്. അതിനുശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്യും. തുടർന്നുള്ള കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ തെളിവെടുപ്പിന് ശേഷം, അതായത് നിലവിലെ ഇനിയുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുക എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുലിനെ ഈ നിയമസഭാ സാമാജിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നതടക്കമുള്ള ചില ആവശ്യങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ അടിക്കടി കേസുകൾ ഉണ്ടാകുന്നു, സ്വഭാവ ദൂഷ്യം ഉണ്ടാകുന്നു, സ്ത്രീകൾക്കെതിരെ തന്നെ നിരന്തരം കേസുകൾ ഉണ്ടാകുന്ന ഒരു വ്യക്തി സഭയിൽ തുടരുന്നത് സഭയുടെ അന്തസ്സിന് ചേരുന്നതല്ല എന്ന രീതിയിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സഭാ സാമാജിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ അന്തിമ തീരുമാനം ഇനി എടുക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നിലപാട് ഇതുവരെ യാതൊരുവിധ നിലപാടുകളും ഉണ്ടായിട്ടില്ല. എന്തായാലും ആ വിഷയത്തിൽ സ്പീക്കർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇതിനു മുമ്പും 2 ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അയോഗ്യനാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ആ വിഷയത്തിലാണ് ഇന്ന് തീരുമാനമുണ്ടാകുക. രോഹിണി, ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.